അപ്പോൾ നമുക്ക് പതുപോലെ കുറച്ച് റീലുകൾ കാണാം. ഇതിലെ ഫസ്റ്റ് റീല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു മെസ്സേജ് അയച്ചു പറഞ്ഞാൽ കിടും സാധനം റിയാക്ട് ചെയ്യുന്നുണ്ട് തന്നുകൊണ്ട് എൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തമ്പനയിൽ പോലെ സംഭവം എന്താണെന്ന് ഒരു സാധനം കണ്ടതുകൊണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പ് വെച്ച് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു. ബാക്കിയെല്ലാ വീഡിയോ ഞാൻ കണ്ടതാണ് കേട്ടോ, ഞാൻ കാണാത്തതിൽ അഭിനയം ചെയ്യാം. ബാ എന്താ ഇവിടെ പ്രശ്നം? അവീതം, അതാണ് ഇവിടുത്തെ പ്രശ്നം. കത്തനാരുടെ ബെൽറ്റിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ടി വെച്ച് ദാരിദ്ര്യം പിടിച്ച കത്തനാർ. ഇത് എന്താണ് ചുണ്ടലിയാടാ ഇത്? ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. എന്താണ് ഇത്? അവിഹിതമോ? അവിഹിതം ഞാൻ പോർക്കത്തില്ല. ഞാൻ കടമുത്തച്ഛൻ. അപ്പുറത്തിന് പോകാനല്ലേ പിടിച്ചെടുത്തിയ താനിത്? താഴേക്ക് ഇറങ്ങി വാ. ഞാൻ തെറി വിളിച്ചായിരിക്കും. കടമുറ്റത്ത് കത്തനാരാണെന്ന് നോക്കില്ല ഞാൻ. മര്യാദക്ക് സംസാരിച്ചാൽ കത്തനാർക്ക് കൊള്ളാം. ഇല്ലെങ്കിലോ? അല്ലെന്നുണ്ടെങ്കിലോ എന്റെ തനിനിറം നിങ്ങൾ കാണും. ഇറങ്ങി വാടി ഇവിടെ. ഇറങ്ങി വന്നിരിക്കും ഞാൻ. ഇറങ്ങി വാടി താഴെ. ഇല്ലെങ്കിലോ? ഇറങ്ങി വാടി താഴെ. വരുത്താൻ എനിക്കറിയാം. കൊതുകിന് അടിക്കണ ബാറ്റ്. എന്തർവാ ഇവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ തളച്ചട്ട് വരാം. ആ ശരി, കൊണ്ടുപോവാണോ എന്റെ കിങ്ങേ? ഈ വവ്വാലിൻ്റെ അപ്പൂപ്പയും കല്യാണം കഴിക്കാതെ വല്ല സ്വാതന്ത്ര്യ സമരത്തിനും പോയാൽ മതിയായിരുന്നു. പാർട്ട് 2 അപ്പോൾ പാർട്ട് 1 വേറെ ഉണ്ടോ? പണ്ട് ഏതോ ഒരു പടത്തിൽ പറയാനുണ്ട്, ഫുട്ബോളിൽ ഏതോ രാജ്യത്തിൻ്റെ പ്രാന്തനായിരുന്നു. ആ കളി തോറ്റത് ടി വിയിൽ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് TV നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ കഥ ഏതോ സിനിമയിൽ പറയാനുണ്ട്. കാരണം അടുത്ത് സ്വിറ്റ്സർലാൻഡാണ്. ചിലപ്പം സ്വിറ്റ്സർലാൻഡ് പാഴായതുകൊണ്ട് ചിലപ്പം പാഴെന്ന് പറയാൻ പറ്റില്ല, ക്വാർട്ടറിലെത്തിയില്ലേ. എന്നാലും അവിടെ അർജൻറ്റീന ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കണത്. സെമിയിലെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനൊന്നും കത്തിക്കരുത് ഇവിടെ. അപ്പോൾ ഇന്നലത്തെ കളി ഞാൻ ഫുള്ള് കണ്ടതാണേ. അതിൽ എനിക്ക് കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മറ്റവനെ ചവിട്ടി കൊടുത്ത പോലെ തന്നെ തോന്നിയത്. ഇതിൽ ഫൗൾ വിളിക്കേണ്ട വേണമെങ്കിൽ വിളിക്കാം. അവൻ ചവിട്ട് കൊണ്ടിട്ട് വീണെന്നൊക്കെ ഭയങ്കര അഭിനയമാണെങ്കിൽ കൂടെ ചവിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഫൗളായി. പക്ഷെ നല്ല കിട്ടില്ല ഗോളായിരുന്നു കേട്ടോ അത്. അത് നമ്മളങ്ങ് കളി കണ്ട് അങ്ങ് വിട്ട്, അതിൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെയാണ് ഭയങ്കര വിവാദമൊക്കെ ആയത്. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ഫേവർ ചെയ്ത് കളിക്കുന്നു റെഫറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം വേറൊരു വീഡിയോ കണ്ട് ഞാൻ അതിവിടെ കാണിക്കാം. സാലയുടെ നല്ല ക്ലിയർ ഫൗളില് ടാക്കിള്. ഇതന്ന് ഓസ്ട്രേലിയക്കെതിരെയുള്ള കളിയിൽ ഇവർ സെയിം ഫൗൾ കാണിച്ചത് ഓസ്ട്രേലിയക്കെതിരെ.
അയ്യോ അങ്ങ് വീണു ചുമ്മാ പിന്നെ അല്ല ഇതിപ്പം കൺഫ്യൂസ്ഡായി. ഇതെന്താന്ന് അങ്ങനെയൊക്കെ ചെയ്യൂടെ? വാർച്ചക്കൊക്കെ ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ ഒരു ഫേവർസ് അങ്ങ് കാണിക്കുമോ? ഇനിയിപ്പം ഈജിപ്റ്റ് വെറുതെ ക്വാർട്ടറിൽ കയറിയിട്ട് പിന്നെ ഉള്ള സ്വിറ്റ്സർലാൻഡ് അവന്മാരൊക്കെ അല്ലേ, നോർവേ ഒക്കെ. അല്ലാതെ ഈ ബ്രസീൽ പുറത്തായി, പോർച്ചുഗൽ പുറത്തായി, ജർമ്മനി പുറത്തായി. ഇപ്പം ഈ അർജൻറ്റീനയോട് പുറത്തായി കഴിഞ്ഞാൽ ഇത് കളറാവില്ലല്ലോ, പരിപാടി കളറാവണ്ടേ? അതിന് വേണ്ടിയിട്ട് തിരികെ കയറ്റിയതാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തിനു തോന്നണത്? ഞാനിതിലാരെ പക്ഷപാതമൊന്നുമില്ല കേട്ടോ, പക്ഷമൊന്നും പിടിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ ഒരു തോന്നുന്നു. നിങ്ങളിപ്പോൾ അതിലാരെ കൂടാ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ടീമൊന്നുമില്ല. കമൻ്റ് എടുക്കും, ഇതെന്താ സംഭവം, ഇത് ഉള്ളതാണോ അതോ ഇനി കരച്ചിലാണോ എന്നുള്ളതൊക്കെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പിഷാരടി കുട്ടി. ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കുട്ടിയെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പം കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പം എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ്. തൊലി ഉരിഞ്ഞു വയ്ക്കുകയാണ്, ഭൂമി വളർന്ന് താഴോട്ട് പോയി കിടന്ന് അണ്ണൻ കുറച്ച് ദിവസമായിട്ട് ഏറിൽ കിടന്ന് പറക്കണ്ട കേട്ടോ. ഇതൊക്കെ ആര് കുത്തിപ്പൊക്കി കൊണ്ട് വന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് ചിലപ്പോൾ അവരെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നത് ഇങ്ങനത്തെ ഒരു കേസിൽ തന്നെ ചുമ്മാ ഭർത്താവായിട്ട് കളിയാക്കുന്ന ഒരു ഇതായിട്ട് എന്നെ ചിത്രീകരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ. ഒരു ബോൾഡ് സ്ത്രീയാണ്. പക്ഷെ എന്നിരുന്നാലും ഭർത്താവല്ലേ, ഒരു കഥയടിച്ചിട്ട് വേറെ വലിയ ദോഷമൊന്നുമില്ല, അങ്ങ് കണ്ണടച്ചങ്ങ് വിടായിരുന്നു. കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇതുപോലത്തെ വാണത്തണെങ്കിൽ പിന്നെയും വിളിച്ച് പറയും ഓരോടത്തും, ഓരോ തള്ളും ഇതുമൊക്കെ. സദസ്സിനെ കയ്യിലെടുക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതിന് വേണ്ടി സ്പോട്ടിൽ അടിച്ചുകൊണ്ട സാധനങ്ങളായിരിക്കും പാവപ്പെട്ട. ഒരാൾ സംസാരിക്കില്ലേ എനിക്ക് പോയിന്റ് കിട്ടുന്നില്ല, ഇത് ശരിയല്ല. ഒരാൾ പോയിന്റ് മുന്നോട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതിനിടെ ഇവിടെ പറഞ്ഞാൽ എങ്ങനെയാണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ലേ? ഞാൻ സുനിലയുടെ ഇടപെട്ടില്ലല്ലോ, എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുനിൽ പറഞ്ഞു, ഞാൻ ഒന്നും വേണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം ഒരു അഭിപ്രായമാണ്, എനിക്ക് മറ്റൊരു അഭിപ്രായമാണ്. എനിക്ക് എന്നെ പറയാൻ അല്ല, എനിക്ക് ന്യൂസ് ചാനൽ ന്യൂസാണ്. പണ്ട് നമുക്കിവിടെ ന്യൂസ് സംസ്കാരം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? മാന്യമായിട്ട് കഥ പറഞ്ഞിട്ട് പോകുക, അല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടൊക്കെ ചെയ്തോ. ഇത് യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളക്കി വിളിക്കണത്. പണ്ട് ഇങ്ങനെയൊക്കെ വന്ന് സ്റ്റുഡിയോയിൽ എന്തെങ്കിലും വന്നാലോ ഇത് വന്നാലോ അപ്പോഴേ തന്നെ തടസ്സമൊന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും വരുമായിരുന്നു, കട്ട് ചെയ്യുമായിരുന്നു. പ്രേക്ഷകനെ കാണിക്കേണ്ട കാര്യമില്ല, പ്രേക്ഷകർ കാണാനല്ലോ ഇരിക്കുന്നത്. ഇവിടെ യവന്മാർ അങ്ങോട്ട് തള്ളക്കി വിളിക്കണതും പള്ളി വിളിക്കുന്നതും എല്ലാം നമുക്കെന്തിനാണോ ഇതൊക്കെ കാണിക്കുന്നത്? അത് നിങ്ങളെങ്ങാന്ന് വെച്ചാൽ അടിച്ചാൽ വെട്ടിയൊക്കെ തീർത്തോളി. ഗതികേടെന്നല്ലാതൊന്നും പറയാനില്ലടേ യവന്മാരെ. എങ്ങനെയെങ്കിലും തള്ളി അരമണിക്കൂർ ഇത് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. മറ്റേ കുക്കറി ഷോ ഒക്കെ നടത്തുമ്പോൾ വരെ വന്ന് ചന്തയിൽ പോയത്, വഴിയിൽ പട്ടി ഓടിച്ചത്, കഥയൊക്കെ പറയില്ല. അതുപോലെ ഒരു പർപ്പസ് ഇരിക്കണമെങ്കിൽ അത് ചെയ്യുക. ബെസ്റ്റ് ചാനലല്ലേ, അത് പറയും. ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാം എന്ന് പഠിക്കാം. അതിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഓഫായി കിടക്കുന്ന കുറച്ച് സ്വിച്ചുകളാണ് വേണ്ടത്. അതായത് സ്വിച്ചിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മേൽഭാഗവും പിന്നെ താഴ്ഭാഗവുമാണുള്ളത്. ഈ സ്വിച്ച് താഴ്ഭാഗം പൊങ്ങിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വലത്തെ കൈയിന്റെ തള്ളവിരൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓണായി. ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി തള്ളവിരൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ചൂണ്ടുവിരൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു വിരൽ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഇത് ഓഫ് ആവുന്നതുമാണ്.
അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെയാണ് സ്വിച്ച് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യേണ്ടുന്നത്. അപ്പൊ ഇത് എന്റെ ഇതുപോലുള്ള അറിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഇതിനൊരു ലൈക്ക് ഇട്ടേക്കണം. കാരണം ഇതുപോലെ ഇത് അറിയാൻ വയ്യാത്ത കുറച്ച് ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, താങ്ക് യു. $10 സെൻറ്റ് വസ്തു കൂടി എഴുതി തരട്ടെ, ലൈക്ക് ഷെയറും മാത്രം ഉണ്ട്. മറ്റൊരു ഒരു കാര്യം ചെയ്യും, ഓടിക്കൊണ്ടിരിക്കുന്ന ഫാൻ എങ്ങനെ ഈ തള്ള വിരൽ വെച്ച് നിർത്തും എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെയാടാ വന്ന് വീണത് ഫീഡിലൊക്കെ? ഇതൊക്കെ ആരടാ ഇതൊക്കെ? എന്തോരം കണ്ടന്റ് അല്ലേ ലോകത്ത്, ആർക്കും അതെ, ഇതിന്നും കുറച്ചുകൂടി ലൈറ്റ് കളറുണ്ടോ? അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞ? அங்க உள்ளதுதான் இருக்கு. சார் மீட்டிங் லைனிங் வேணும் 3 മീറ്ററാ. എടേ അവൻ്റെ പാട്ട് വെച്ചിട്ട് കോപ്പി റൈറ്റ് വരണമെങ്കിൽ ഞാൻ പാട്ട് ശബ്ദം പോണി. என்ன வேணும் சார்? ப்ளவுஸா? ஜானு, இந்த செல்விக்கு வர சொல்ல, எனக்கு டீ டைம் ஆச்சு. இடி நான் எதுவும் பண்ணல, அந்த அறிவழக்கு தான் என்ன டீக்கு கூப்பிட்டேன். நான் எதுவும் பண்ணல சார். ഇതിൽ പ്രൈസ് ടാഗ് ഇല്ല സാർ. അതൊക്കെ പോയി കേള്. செல்வி சார் அங்கதான் இருக்கு சார். இது வந்து 77 ரூபாய் சார். 7 ரூபாய் சேஞ்ச் இருக்கா சார்? 4 വയസ്സ് കുഴന്തക്ക് ഇത് மட்டும் இருக்கு. ഏതോ ഒരു ടെക്സ്റ്റൈൽസ്, തിരുവനന്തപുരത്തെ ടെക്സ്റ്റൈൽസ് എന്നാണ് പഴയ പറയുന്നത്. പക്ഷേ അളിയൻ്റെ എക്സ്പ്രഷനിൽ തന്നെ ആരെന്ന് നമുക്ക് മനസ്സിലായിക്കോട്ടെ ഏത് ടെക്സ്റ്റൈൽസ് ആണ്. പക്ഷെ അവിടുത്തെ പിള്ളേരെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. തുച്ഛമായ ശമ്പളത്തിന് അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കണത്. ഇങ്ങനെ ട്രോളല്ലേടാ. പക്ഷെ ഇതല്ല നല്ല നിരക്കല്ല കാലിബർ ശബ്ദം അനുകരിക്കോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ തന്നെ അല്ലേ? ദിലീപിൻ്റെ ഒരു ചെറിയ ഘട്ടം കണ്ണടിച്ചപ്പോൾ കറക്റ്റ് ഡെപ്തുള്ള വോയിസാണ്. നമുക്ക് മൈക്കില്ലാത്ത സ്ഥിതിയിൽ ആ ഒരു പരിമിതി വെച്ച് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നീ മിമിക്രി ചെയ്യ്, നീ ഇൻട്രോ പറഞ്ഞോണ്ടിരിക്കുക. നന്ദി പറയുന്നു ഈ സായനത്തിൽ. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നിന്റെ അസോസിയേഷൻ്റെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ മിമിക്രി ചെയ്യ്. ജനം കൂടി എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ലോട്ട്. ഓക്കെ ഓക്കെ. ദിലീപിൻ്റെ സൗണ്ടാണോ നീ എടുത്തത്? ടിനി ടോമിന് പഠിക്കുകയാണ് അത്. നല്ല ചർച്ചയുണ്ട് കേട്ടോ, നല്ല ഭാവിയുണ്ട്. ടിനി ടോം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാർക്കിന് കൈമാറണമല്ലോ. കൊച്ചിറക്കനെ എടുത്ത് എറിഞ്ഞതാണ്, ഇങ്ങനെ ക്രൂരതയാണ്. പക്ഷേ ഇത് കണ്ടാൽ ചിരിക്കാതിരിക്കാൻ പറ്റൂല ഒറ്റ നോട്ടത്തിൽ. കറണ്ട് പോയടേ. നല്ല കാണാൻ പറ്റണമെങ്കിൽ ഞാൻ അതുകൂടി പറഞ്ഞെങ്കിൽ പോകാം. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു റൈഡറാണ്. അപ്പോൾ ഇയാളുടെ ഫാൻസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അയാൾ ആദ്യം വന്ന് കൂടി. അപ്പോൾ ഇവൻ്റെ അടുത്ത് പൈസ ചോദിച്ചു. ഇപ്പോൾ ഇവൻ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പം ഇവൻ്റെ താക്കോൽ പിടിച്ചോന്ന് ചോദിച്ചിട്ട് നമ്മൾ വിരട്ടാൻ തുടങ്ങി. ചെരുപ്പെടുത്ത് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് സൈ കെട്ടി കൊച്ചു ഫുണ്ട എടുത്ത് തോട്ടിലിട്ടതാണ്. ഇങ്ങനെയാണ് ഒരു കമൻറ്റ് പ്രകാരം ഞാൻ വായിച്ചത്. ആ കമൻറ്റിന് നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും സംഭവിച്ചത്. നമുക്ക് ഭാഷ മനസ്സിലാവില്ലേ, വേറെ എവിടെയാണ്. എന്തൊക്കെയല്ലേ എന്തരാ വരട്ടെ.